നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ കഴിഞ്ഞ ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പൊന്നമ്മ ബാബുവും ഭർത്താവ് ബാബുവും കുടുംബാംഗങ്ങളുമായിരുന്നു. നമുക്ക് വീണ്ടും അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. നമസ്തേ. അഭിനയിക്കുന്ന സമയത്ത് ഡയറക്ഷൻ ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുമോ? ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റ് ആയിരിക്കണം. ആകുന്നവരെ നമ്മൾ പിടിക്കും. നല്ല നടിയാണെങ്കിൽ തന്നെ ദേഷ്യപ്പെടുന്നു. നല്ല നടിയാണെങ്കിൽ മനസ്സിലാകാൻ സമയമെടുക്കും. അതാണ് പ്രശ്നം. നല്ല നടിയാകുന്നത് എപ്പോഴാണ് രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. നല്ല നടിയായത് ഇപ്പോഴാന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാടകത്തിനകത്ത് ഒരു നാടകത്തിന്റെ സിറ്റുവേഷൻ ഉണ്ട്. ഏയാദിന്റെ ലവ് സീൻ ഒരു സിറ്റുവേഷൻ്റെ ഒരു സംഭവം ഉണ്ട്. പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഡയറക്ടർ പല രീതിയിലുള്ള ഏയാദിയിലുള്ള പല സന്ദർഭങ്ങളിലുള്ള സീൻസുകളെല്ലാം ഉണ്ട്. എല്ലാം സെറ്റ് ചെയ്തു. പിറ്റേ ദിവസം വീണ്ടും നാടക റിഹേഴ്സൽ വന്നപ്പോൾ ഈ സീൻസുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ഇതന്നെ ഇന്നലെ ഇത് ചെയ്തതല്ലേ, അത് ഇല്ല, അത് മാറ്റി. അപ്പം ഞാൻ ബാബുച്ചനാണല്ലോ ഇതിൻ്റെ എല്ലാം ഓർഡിനറായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, പപ്പ ഇതെന്താ അത് ഇന്നലെ ഇട്ട പോലെ ഇന്നൊന്നുമില്ല, നിനക്കെന്താ ഇപ്പോൾ അവരോട് ചേർന്നെന്ന് അവനേക്കൂടെ താല്പര്യം ചോദിക്കണേ. ഞാൻ പറയല്ല, ഇന്നലെ ഇവിടെ സെറ്റ് ചെയ്ത് പറ്റിയ സാധനമല്ലേ, പിന്നെന്താ ആദ്യം വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അതൊക്കെ മാറ്റി. ഞാൻ അയ്യോ നല്ലതായിരുന്നു, നല്ലതായിരുന്നു. നല്ലതായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു അശു, അപ്പൊ അവരുടെ ഞാൻ പറഞ്ഞു, അപ്പൊ നമ്മളെ സിനിമയിലൊക്കെ എത്രയോ പേര് ഇപ്പൊ തൊട്ടൊക്കെ അഭിനയിക്കുന്നത് പറയാ, അതൊക്കെ ഒരു ദിവസമുള്ളൂ, ഇത് ഒരു കൊല്ലം മുഴുവൻ പിടിക്കണം. ദിവസമേ ഉള്ളത് സിനിമ. സ്വാർത്ഥനാണല്ലോ. ഉണ്ടാകാതിരിക്കില്ലല്ലോ. അപ്പൊ അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലടത്ത് നമുക്ക് അത്രയും വെക്കും അറിയാതെ. പപ്പ പറഞ്ഞു വില്ലൻ വേഷമാണ് കൂടെ ചെയ്യുന്നത്. കാരണം അത് എഴുതി അത് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ നമുക്ക് എന്തായാലും പോകുന്ന വഴിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ. അതാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു പറഞ്ഞു കൊടുക്കാനും പറ്റൂല. അല്ല, നാടകത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രശ്നങ്ങളുണ്ട്. ജനവും സമ്മതിക്കില്ല. നാടകത്തില് അതിന് ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് വിട്ടിട്ട് ചിലർ അങ്ങനെ ആട്ടെന്നൊക്കെ പറയും. പക്ഷെ അത് ചിലടത്ത് പോകും മേടിക്കും, ചിലടത്ത് ഇഷ്ടപ്പെടത്തില്ല. നാടകം കണ്ടിട്ടുണ്ട്. കുഞ്ഞിലെ പോലെ മമ്മിക്ക് അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം ഇഷ്ടമാ. പപ്പ സമയം കിട്ടുമ്പോൾ പപ്പ മിക്കപ്പോഴും പോകാറുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ലാസ്റ്റ് ഇയർ കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് അഭിനയിക്കാൻ വരണം എന്ന് തോന്നലുണ്ടായത്? അങ്ങനെയല്ല, കുഞ്ഞിലെ മമ്മിയുടെ കൂടെ ഞാൻ കാരുണ്യം മൂവി മമ്മി അഭിനയിക്കാൻ പോയപ്പോൾ ലോഹിത് സാറിൻ്റെ പടത്തിന് കാണാൻ പോയതാ എക്സൈറ്റ്മെൻറ്റിൽ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒരു സ്റ്റേജ് ചെയ്യുന്ന ഒരു പ്രയർ സോങ് ഉണ്ടായിരുന്നു. അപ്പോൾ ലോഹിത് സാർ ചോദിച്ചു, നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മമ്മി ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്, എനിക്കുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. എന്നാ മേക്കപ്പ് പിടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കയറിയത് ഫസ്റ്റ്. ദൈവമേ നിന്റെ ഉണ്ട് ചെറുതായിട്ട് മുഖം കാണിച്ച്. പിന്നെ അതിനുശേഷം മമ്മി പറയുന്ന അങ്ങനെ അതിനുശേഷം 6th ഇതുപോലെ തന്നെ സെയിം ഒരു സീരിയലിന്റെ സെറ്റിൽ പോയതാ. അപ്പോഴും അവിടെയും വിളിച്ചു. അങ്ങനെ അപ്പൊ അതും ചെയ്യാറില്ല. നിർബന്ധം ഇവിടെ തന്നെ മോളായിട്ട് മതി എന്ന രീതിയിൽ വിളിച്ച് എന്നെ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ രാജേട്ടന്റെ മോളായിട്ട് ചെയ്തു. ഞാനൊരു 2 മാസത്തോളം ചെയ്തു. അതേത് മൂവി? സീരിയലായിരുന്നു. സ്ത്രീ സീരിയൽ. അതിന് ഞാൻ ഡബ് ചെയ്തു കേട്ടോ. കുഞ്ഞിലെ അതിനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എഡ്യൂക്കേഷൻ ആയിരുന്നു പ്രിഫറൻസ് കൊടുത്തത്. സിനിമ വന്നായിരുന്നു. സത്യത്തിൽ സിനിമയും വന്നതാണ്. നേരത്തെ നല്ല സിനിമകൾ വന്നതാണ് കുറച്ചുകൂടെ. അപ്പം നമ്മളൊന്നും സമ്മതിച്ചില്ല. കാരണം എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കയ്യിലാക്കി കൊടുത്തിട്ട് പിന്നീട് കരച്ചിലൊന്നും കാണാൻ നമുക്ക് കഴിയില്ല. ജോലി സ്വന്തമാക്കി കൊടുക്കണമെന്നുള്ളത് 3 പേർക്ക് നമ്മുടെ വാശിയായിരുന്നു, നിർബന്ധമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നല്ല ഓഫറുകളൊക്കെ വന്നതാണ്. സിനിമ പ്രൊഫഷനാക്കാൻ തന്നെയാണോ ഉദ്ദേശം, അതോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം? അല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതായി വരുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ ചേട്ടായി പറഞ്ഞ പോലെ അതിന് ചിലരെ നിൽക്കത്തുള്ളൂ. മീൻസ് ചിലർക്ക് അതിനുള്ള ഭാഗ്യമുള്ളൂ. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ, ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമുണ്ട്. സോ അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അത് നീറ്റായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് ഒത്തിരി ഇപ്പം ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ മൂവീസ് വന്നു. പക്ഷേ നമുക്കൊരു ഇതുണ്ടല്ലോ, മീൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം,
ജനങ്ങൾ കാണുമ്പോൾ മോശം പറയരുത്, നന്നായി ചെയ്തു, അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി കുറേ മൂവീസ് വന്നു. അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട്, ഇല്ലെങ്കിൽ ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ടാണ് അത് നന്നായി വരുവാണെങ്കിൽ പ്രൊഫഷനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമില്ല. ബട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ, ധൈര്യത്തോടെ ഇരിക്കാം. സാധാരണ ഇപ്പം നമ്മൾ ചെറിയ കുട്ടിയായിട്ടൊക്കെ അഭിനയിക്കുക എന്നുള്ളതിനേക്കാൾ ഒരു ഹീറോയിനായിട്ടൊക്കെ ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ? ഒന്ന് നമ്മൾ ആദ്യം ഡാൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മെയ്വഴക്കമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും ഗ്രേസ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരിതുണ്ട്. ഡാൻസ് അറിയാത്തവർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് നന്നായിട്ട് ഡാൻസ് അറിയാം. ആക്ച്വലി അവർക്കൊന്നും അറിയില്ല, പക്ഷെ അവർ ചെയ്യുന്നതിന് നല്ല ഗ്രേസ് ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടോ? ഡാൻസ് പഠിക്കുവോ? ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ കുഞ്ഞിലേ മൂലം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരവസരം ഞാൻ എന്താ പറയുക വിനിയോഗിക്കാതിരുന്നിട്ടില്ല. ഇപ്പം ചിലപ്പോൾ ഇവർ പഠിക്കുന്നതുകൊണ്ട് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേരൻസ് എപ്പോഴും പഠിത്തത്തിനായിരുന്നു. ഒരിക്കലും നമ്മളെ എൻകറേജ് ചെയ്തിട്ടും ഇല്ല. മീൻസ് ഡാൻസ് പോലത്തെയുള്ള കാര്യങ്ങൾ, പഠിത്തം ഫസ്റ്റ് എന്ന് പറഞ്ഞത്. എന്നാലും ഞാൻ ഒളിച്ചു പോയൊക്കെ ഡാൻസ് ചെയ്യുമായിരുന്നു എപ്പോഴും. എന്നിട്ട് പ്രൈസ് ആയിട്ടൊക്കെ വരുമ്പോഴായിരിക്കും ഇവരറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കൊറിയോഗ്രാഫി ചെയ്യാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിള്ളേരെയും കൊണ്ട് നമ്മുടെ ടീം വർക്ക് അങ്ങനെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഡൽഹിയിൽ പോയി ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടിരിക്കുക, അതിൽ തേർഡ് കിട്ടിയോ? നാച്ചുറലി നാഷണൽ ആയിരുന്നു. ഫോർട്ടീസിൻ്റെ പക്ക പിടിയുള്ള സ്ഥലത്താണ് പോയി കളിക്കുന്നത്. അവിടെ സൗത്ത് ഇന്ത്യക്ക് ഒരു കാരണവശാലും കിട്ടത്തില്ലെന്ന് കോളേജ് തന്നെ പറഞ്ഞു വിടുന്നത്. പക്ഷെ എന്ത് ദൈവത്തിനെ കൊണ്ട് തേർഡ് 6 വർഷത്തിൽ ഇത്ര നാളോ തുടങ്ങിയതിൽ ഫസ്റ്റ് ടൈം സൗത്ത് ഇന്ത്യയിൽ നമുക്ക് പ്രൈസ് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടായി. ലേറ്റസ്റ്റ് അതെന്നാ അറിയില്ല, ഇവക്ക് എങ്ങനെ ട്രെയിൻ ചെയ്തു. പക്ഷേ ഇവള് ഭയങ്കര ഒരു ഗിഫ്റ്റഡ് ഡാൻസറാണ്. എനിക്കൊന്ന് മമ്മിയുടെ ബ്ലഡ് ആയിരിക്കും. മമ്മി ഡാൻസറാണല്ലോ. അപ്പം ഈ മമ്മിയാണെങ്കിൽ ഇവളെ അങ്ങനെ ട്രെയിൻ ചെയ്യിക്കുകയൊന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ പഠിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവക്ക് പണ്ട് മുതലേ ഡാൻസിനോട് ഭയങ്കര ഇതാണ്. നമുക്ക് ഒരു കോളേജ് ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ പ്രൗഡാവും. ഇവിടെ ആ സ്റ്റേജിൽ നിന്ന് പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവിടെ പഠിപ്പിക്കേണ്ടതായിട്ട് ഒന്നും വന്നിട്ടില്ല. ആ ഒരു മെയ് വഴക്കും എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഈ മമ്മി കാണിക്കുന്നതെല്ലാം കാണുന്നുണ്ടല്ലോ ഇവിടെ സ്ക്രീനിലാണ്. ലൊക്കേഷനിൽ പോയി നമുക്കറിയാം എന്താ സംഭവിക്കുന്നത് അറിയാം. സ്കിറ്റൊക്കെ തന്നെ ഡയറക്റ്റ് ചെയ്ത് കളിച്ച് ഞങ്ങൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. ബാംഗ്ലൂർ പോയി പ്രോഗ്രാം കാണാൻ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ അപ്പോൾ കൈയടി പിങ്കിന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പത്തിലാണ്. കൈയടി മുഴുവൻ വരുന്നത് കോളേജിൻ്റെ മൊത്തം. അതൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ട് ബ്ലഡിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് കോച്ചിങ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അത് എല്ലാം എൻജോയ് ചെയ്യും. ശരിക്കും ആദ്യത്തെ ഫിലിം ഏതായിരുന്നു? എൻ്റെ പടനായകൻ. പടനായകൻ ആര് ഡയറക്റ്റ് ചെയ്തു? നിസ. ആ ഓക്കെ ഓക്കെ. രാജൻ ബി ദേവിൻ്റെ വൈഫായിട്ടായിരുന്നു വേഷം എനിക്ക്. കാരുണ്യമൊക്കെ അപ്പം എത്രാമത്തെ സിനിമ? കാരുണ്യം ഒരു 7ാമത്തെ 8ാമത്തെ പടം. ഞാൻ പക്ഷെ അതിലാണ് ആദ്യമായിട്ട് കണ്ടത്. കാരുണ്യത്തില്ല, കാരുണ്യം ഡബ് ചെയ്യാൻ വന്നപ്പോഴാണ് ആ കണ്ടതല്ലേ? കാരുണ്യത്തിലാണ് നമ്മളെ ഡബ് ചെയ്തേ. ദിവ്യ. ആ ഓ അത് ശരി. കാരുണ്യത്തിനല്ല, ഞാൻ കാരുണ്യം ചെയ്യുമ്പോഴാണ് ജാനകിക്കുട്ടിയും ചെയ്യുന്നത്. ഓ, ജാനകിക്കുട്ടിയിലാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് എൻ്റെ ഒരു ഡബ്ബിങ് ഇങ്ങോട്ട് പിടിച്ച് ഞാൻ. ഇനിയിപ്പം കൂടുതലാത്തിലും ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് മാറ്റി ഡബ് ചെയ്യാൻ പറ്റുന്ന ആരും സമ്മതിക്കല്ല സിനിമാക്കാരെ. ഇപ്പോൾ നാടകത്തിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നന്നായിട്ട് അഭിനയിക്കും, വളരെ ഗൗരവമുള്ള കഥാപാത്രങ്ങളൊക്കെ എടുത്തിട്ട്. പക്ഷെ സിനിമയിൽ അത്തരത്തിലൊരു ഗൗരവമുള്ളൊരു കഥാപാത്രം അധികം അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു 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 എന്താ പറയണേ, ഞാൻ തുടക്കം അമ്മ വേഷങ്ങളിലൂടെ ചെയ്തെങ്കിലും ഒരു എന്താ പറയണേ, ഒന്നുകിൽ ഒരു നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ കോമഡി ആയിരിക്കും. ഇതൊന്നും അല്ലാതെ വളരെ ഗൗരവമായിട്ട് നമുക്ക് തന്നെ ഒരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്ന് വിഷമം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം ഉണ്ട്, പക്ഷെ അതെല്ലാം 1, 2, 3 സീനേ ഉള്ളൂ. എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം 1, 2, 3 സീനിൽ ഒതുങ്ങും. ത്രൂ ഔട്ട് നിന്ന് ചെയ്ത് നമ്മുടെ ഒരു നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു കഥാപാത്രം ഒന്ന് തെളിയിപ്പിക്കാൻ പറ്റിയൊരു കഥാപാത്രം പിന്നെ എനിക്ക് കുറവാണ് പറയുകയാണെങ്കിൽ. ഇപ്പം പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ ഇപ്പം വിദേശി നായർ സ്വദേശി നായരുടെ പടത്തിനകത്ത് ഞാനും കുറച്ചൊരു രാജൻ വിദേവ് പാവമായിട്ട് ഞാൻ ഒത്തിരി ഭയങ്കരിയായിട്ടുമാണ്. അപ്പോൾ ചെറിയ പടമാണ്, പക്ഷെ അതിനകത്ത് എനിക്കൊരു തൃപ്തി തന്നു ചെയ്തപ്പോൾ. കാരണം ഞാൻ വല്ലതും ചെയ്തപ്പോഴും അന്ന് എനിക്കത് ഇത്ര മണ്ണവും ഇല്ല. ഇന്ന് ഈ വണ്ണത്തിൽ വെച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹം. അല്ല, ഞാൻ ഇപ്പം പറഞ്ഞ വെച്ചാൽ എനിക്ക് കോമഡിയുടെ കൂടെ വന്നിട്ട് അവസാനം സെൻറ്റിമെൻറ്റ്സിലോട്ട് പോകുന്നൊരു കഥാപാത്രം ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹം. സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ സ്പർശം എന്ന് പറഞ്ഞൊരു പടം നമ്മൾ മുരളിച്ചേട്ടൻ്റെ വൈഫായിട്ട് ഞാൻ അഭിനയിച്ചിരുന്നു. മരിച്ച മുരളിച്ചേട്ടൻ, മരിച്ചേട്ടൻ്റെ അമ്മയായിട്ട് ഞാൻ അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്.
അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു അത്. അതോടൊപ്പം തന്നെ ജോഷി സാറിൻ്റെ വാഴുന്നവർ, വാഴുന്നവർ നല്ല അമ്പിളിച്ചേട്ടൻ്റെ വൈഫായിട്ടായിരുന്നു. ഉണ്ട്, ഓർത്തെടുത്ത പടങ്ങളുണ്ട് ഇപ്പം എല്ലാം ചെയ്തെടുത്ത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം ചോദിച്ച പോലെ നല്ല ഡീപ്പായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ലെവലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയാൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല, കാരണം ഇപ്പോഴുള്ള പടങ്ങളിലൊന്നും ഇല്ല. ഇപ്പൊ പൊതുവേ അങ്ങനെ ഒരു പരാമർശം കേൾക്കുന്നുണ്ടല്ലേ, ഈ അമ്മമാരെന്ന് പറയുന്ന ഒരു വലിയ, പലർക്കും അമ്മയില്ല, ഫാമിലി ഇല്ല, സഹോദരി ഇല്ല. അമ്മ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് കണ്ടു, അമ്മയെന്ന് വിളിച്ചു ഒരാൾ ഒന്ന് നോക്കിപ്പോയി, അമ്മ തീർന്നു. പിന്നെ അത് ആരെങ്കിലും മതി ഇന്ന ആള് മസ്റ്റ് അല്ല. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ പടങ്ങളോട് ഇപ്പൊ ചെയ്തെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും ഒത്തിരി ഹ്യൂമർ ചെയ്യുന്നതുകൊണ്ടാണ് എന്തെങ്കിലും കുറച്ച് പടങ്ങൾ ഇപ്പൊ കിട്ടുന്നത്. അത് അവസാനത്തെ ഞാൻ അമ്മ മാത്രം ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാണ് എനിക്കും ഉണ്ടാവില്ല. ഞാനും എവിടെയെങ്കിലും വല്ല സീരിയലോ അങ്ങനെയൊക്കെ അഭിനയിച്ച് നമുക്ക് ഇരിക്കേണ്ടി വന്നാൽ ഇപ്പോൾ ഹ്യൂമർ ചെയ്യുന്നുണ്ട്. അത് ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ കിട്ടുന്നപ്പോൾ 2-3 സീനേ ഉള്ളൂങ്കിൽ പോലും. പക്ഷേ ഒരു കാര്യമായി, ഇപ്പോൾ ഒരു പടങ്ങളിൽ ഒരു സീനേ ഉള്ളൂങ്കിൽ 2 സീനുള്ളൂ, അതിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. ആ 2 സീനാണെങ്കിലും വിളിക്കുമ്പോൾ ചോദിക്കും. ഇപ്പോൾ റോമൻസ് കണ്ടായിരുന്നു. റോമൻസ് ആയാലും ഇപ്പോൾ എന്താ പറയണേ, ഇത് പുള്ളിപ്പുള്ളി. ഇപ്പോൾ അടുത്ത കാലത്തൊരു നല്ല വേഷം കിട്ടാൻ എനിക്ക് പുള്ളിപ്പുള്ളി ആട്ടുംകുട്ടിയുമായിരുന്നു, ലാൽ ജോസിൻ്റെ പടം. അപ്പോൾ അന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ എന്താ പറയണേ, ഇറങ്ങി കുറേ നല്ല പടങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇറങ്ങിയത് പുണ്യാളൻ അഗർബത്തീസ്. അപ്പോൾ അങ്ങനെ 1-2 സീരീസുകൾ, ആ സീരീസിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരിക്കും. അതേ ഉള്ളൂ പടത്തിൽ. ചിലപ്പോൾ ഞാൻ ചേച്ചി പടം കണ്ടിട്ട് പറ, ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്ക്, ഇല്ലെങ്കിൽ പറ ചേച്ചിയേക്കാൾ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പടത്തിൽ. സത്യം. കാരണം എനിക്ക് ആ 2 സീനുള്ളത് നല്ല പ്രാധാന്യമുണ്ട്. മറ്റൊരാൾക്ക് ഒരുപാടുണ്ടാവും, പക്ഷെ അവരൊന്ന് വാ വിളിച്ച് എന്താന്ന് പോലും വേണ്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ അഭിനയിച്ചിട്ട് എന്നാ കാര്യം? എന്നാലും ഒരു അവാർഡിനൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹം തീർച്ചയായും ഉണ്ട്. അതുണ്ട്. ഇനിയൊരു എയിം എന്നൊക്കെ പറഞ്ഞാൽ അതാ. നമ്മളിപ്പോൾ 10-20 വർഷമായി സിനിമയിൽ വന്നിട്ട് ഒരുമാതിരിപ്പെട്ട ഒരു നല്ല 150 സിനിമയിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. 300 സിനിമ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ട് കണക്കൂട്ടാനാണ് 300 സിനിമ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേ പറഞ്ഞാൽ എല്ലാ ഡയറക്ടർമാരോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ലക്ഷ്യം. നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, നല്ല കുറച്ച് അംഗീകാരങ്ങൾ നമുക്ക് കിട്ടാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ ശരിക്കും ഒരു സന്തോഷത്തിന് വേണ്ടിയാണോ അഭിനയിക്കുന്നത്, അത് ഉപജീവന മാർഗമായിട്ട് തന്നെയാണോ അഭിനയിക്കുന്നത്? അല്ല, നമ്മളെ സംബന്ധിക്കുമ്പോൾ എനിക്ക് സിനിമയാണ് എല്ലാം തന്നത്. എന്റെ ഇപ്പൊ ഞങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ ഒരു വലിയ ആവശ്യം ഒന്നും അതല്ല ഞാൻ പറഞ്ഞു. ഞാനെല്ലാം ഇപ്പൊ പിള്ളേരെ പഠിപ്പിച്ചത്. എന്തുകൊണ്ട് നാടകത്തിൽ 2ാമത് വന്നു എന്നുള്ള ചോദ്യം വന്നില്ല എൻ്റെ അടുത്ത്. ബാബുച്ചൻ എന്നെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു, ഞാൻ വീട്ടമ്മയായി. പിന്നെ ഒരു തിരിച്ചുവരവ് വന്നു. തിരിച്ചുവരവ് പറയാൻ ബാബുച്ചൻ ബിസിനസ് എല്ലാം തകർന്നു. പിന്നെയാണ് ഞാൻ രംഗത്ത് വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇന്നും ഞാൻ രംഗത്ത് വരില്ല. ഞാൻ ഇന്നും ഈ പിള്ളേരുടെ പുറകിൽ പിള്ളേരോടൊപ്പം ഞാൻ ഉണ്ടാവും ഒരു വീട്ടിൽ. അങ്ങനെയാണ് ഞാൻ 2ാം സിനിമയിൽ വരുന്നത്. പിന്നെയെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിക്കുമ്പോൾ നാടകവും ഈ കല തന്നെയാണ് നമുക്ക് എല്ലാം തന്നത്. ഇപ്പൊ മക്കളെ അങ്ങേറ്റം നല്ല വിദ്യാഭ്യാസം കൊടുത്തു, എല്ലാവരും നല്ല സെറ്റിലായി. സിനിമ കൊണ്ട് തന്നെ എല്ലാം നമ്മുടെ സിനിമ, നമ്മുടെ കലാരംഗം, ഭാവിച്ച നാടകവും ഉണ്ട്. അതിനകത്ത് അതും തള്ളി പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചത് ഒരു നല്ല നിലയിൽ എല്ലാവർക്കും. അതുകൊണ്ട് കലാപരമായിട്ട് മോളൊക്കെ പറഞ്ഞ് ആരും കലാപരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എവിടെയെങ്കിലും വല്ല ഓട്ടോ ചാട്ടോ അല്ലെങ്കിൽ ഞാൻ അപ്പം ദേഷ്യപ്പെടും. എല്ലാ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ മസ്റ്റാന്ന് എപ്പോഴും ഞാൻ പറയാം. അതുകൊണ്ട് അത് നമുക്ക് എന്നെ സംബന്ധിക്കുമ്പോൾ എനിക്ക് അഭിമാനം. 3 മക്കൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇപ്പോൾ ഏത് ലോകത്ത് പോയാലും അവർക്ക് ജീവിക്കാം. അവർക്ക് ഏത് ലോകത്ത് പോയാലും കിട്ടുന്ന കോഴ്സാണ് അവർ പഠിച്ചിരിക്കുന്നത്. വിഷമമുണ്ടോ പഠിക്കാൻ? തീർച്ചയായും അന്നത്തെ ഒരു ചുറ്റുപാടിൽ നമ്മളെന്താ പറയുന്നത്, പഠിത്തത്തിനൊരു കുറവ്. അതിന് മോള് പറയും ഇച്ചിരി എന്തെങ്കിലും മമ്മീൻ്റെ മങ്ങളുടെ മമ്മിക്ക് ഇച്ചിരി കുറവുള്ള നല്ലതാണ്. പിന്നെ അന്നത്തെ കാലത്ത് അത്ര വലിയ പ്രാധാന്യമില്ലായിരുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു അല്ലേ. ഇന്നിപ്പോ അതല്ലല്ലോ. ഇന്നല്ല നമ്മൾ പിന്നെ ഞാൻ സിനിമയിലൊക്കെ വന്നപ്പോ വിദ്യാഭ്യാസത്തിന്റെ ഒരു മഹത്വമൊക്കെ അറിയുന്നത് പിന്നീടാണ്. നമ്മളിതിനെപ്പറ്റി അപ്പോഴത്തേക്ക് നമ്മുടെ ഏജൊക്കെ ഒരു രീതിയിൽ അങ്ങ് മാറി. ചിലപ്പോൾ അതുകൊണ്ട് പിള്ളേർ നമ്മൾ സപ്പോർട്ട് കൊടുക്കും. മക്കളെ പഠിക്കണേ, സ്വന്തം കാലിൽ നിൽക്കണേ. നമ്മളൊരു മനുഷ്യ ഒരാടെ മുന്നേ പോയി ഇങ്ങനെ തല കുറിച്ച് നിൽക്കേണ്ടി വരരുത്. നിങ്ങൾ സ്വന്തം കാലിൽ നമുക്കൊരു സന്തോഷമല്ലേ. മക്കളൊക്കെ സെറ്റിൽഡായി, എന്താ പറയണേ, ഇപ്പം മോളായാലും മോനായാലും പിള്ളേരും പഠിത്തം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞില്ലായിരുന്നു. എല്ലാം കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഞാൻ അഭിനയിക്കുന്നത് വെച്ചാൽ ഞാൻ അന്ന് മുതലേ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പൈസയ്ക്കും നമുക്ക് സാമ്പത്തികം ഇപ്പം ചുമ്മാ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ അവരെന്തായാലും നമ്മളോട് ചോദിക്കും. പിന്നെ അവർ ചോദിക്കും, നമ്മുടെ കാര്യങ്ങൾ പറയും. ഞാൻ ആ റോളിന് മസ്റ്റാണെങ്കിൽ അവരെന്നെ വിളിക്കും. ഇനി ആ റോളിൽ ഞാൻ മസ്റ്റ് അല്ലേ, അവർ വേറെ ആരെങ്കിലും വിളിക്കും. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. എന്തുകൊണ്ട് എനിക്ക് അവരോട് പിണക്കവും ഇല്ല. എന്നെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ റെമുനറേഷൻ അവർക്ക് പറ്റുന്നില്ലായിരിക്കും. വേറെ ആളെ വിളിച്ചു, ഓക്കെ ആയിക്കോട്ടെ.
പിന്നെ ആ പടം കാണുമ്പോൾ ശരിയാ ചെയ്യാൻ നന്നായി, കാരണം ഒന്നും ഉണ്ടാവില്ല. നമ്മളതിനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ളത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ രീതിയായിട്ട് വരുന്ന ആളുടെ പടങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അതിന് പിന്നെ സാമ്പത്തികം അതിനകത്ത് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സാമ്പത്തികം ഇപ്പോൾ അങ്ങനെയാണ് ചോദിക്കുക എന്തിനാ മറ്റുള്ളവർക്ക് അഭിനയിക്കുന്നതെന്ന്. എല്ലാവർക്കും സാമ്പത്തികം തന്നെ മെയിനായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഇല്ലേ? എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ മക്കളെല്ലാം നല്ല രീതിയിലായതും പഠിച്ചതും എല്ലാം എനിക്ക് എൻ്റെ കല തന്ന കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് അതിനൊരിക്കലും തലേ പറയാൻ പറ്റത്തില്ല. ഈ പിള്ളേർ മോള് പറഞ്ഞു, മമ്മി ഒരു കാര്യം ചെയ്തോ, നീ റസ്റ്റൊക്കെ എടുത്തു ഹോസ്റ്റലിലിട്ട് പോരെ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. മരണം വരെ സിനിമയിലുണ്ടാകുമ്പോൾ എനിക്കിനി സിനിമ വിട്ട് മാറി നിൽക്കാനേ പറ്റത്തില്ല. സിനിമയിലുള്ളവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരിക്കലും സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും എപ്പോഴും നമ്മളുണ്ടായിരിക്കും, അല്ലേ? അവരുടെ ഓക്സിജനാണ്. പക്ഷേ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്നും ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ടേയിരിക്കാം. അതേസമയം നായികയായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഇപ്പം നിൽക്കില്ല. അതുകൊണ്ടാണ് പിങ്കിക്ക് ഞാൻ സപ്പോർട്ട്. കാരണം എന്ന് വെച്ചാൽ പിങ്കി സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഓഫറുകൾ വരുമ്പോഴും ഇവർ രണ്ടുപേരും വെളിയിലാണല്ലോ. 3 വർഷം കൂടിയാണ് മോൻ വന്ന്, 3 വർഷം കൂടിയാണ് മോള് വന്നേ. ഇപ്പം പിങ്കി ബാംഗ്ലൂരാണ്, ഞാനും പപ്പയേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്, നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് ചിലപ്പോൾ മോള് വരുമ്പോൾ ഇവനെ കിട്ടത്തില്ല, ഇവൻ വരും മോളെ കിട്ടത്തില്ല. എല്ലാവരും ഞങ്ങൾ കാണും, പക്ഷേ ഈ ഒരുമിച്ചൊരു കൂട്ടായ്മ കുറവാണ്, വളരെ കുറവ്. പിന്നെ വല്ല കല്യാണം അങ്ങനെയുള്ള അടിയന്തരങ്ങളിൽ മാത്രമല്ലേ കാണാൻ പറ്റില്ല. രണ്ടുപേരിൽ ആരാ സ്ട്രിക്റ്റ്, അച്ഛനാണോ അമ്മയാണോ? സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പപ്പായ്ക്ക് പപ്പയുടെ ഇതുണ്ട്, സിക്നസ് ഉണ്ട്. രണ്ടുപേരും ഡിഫറെൻറ്റ്. മമ്മി കുറച്ചുകൂടെ എന്നാ പറയുന്നത്, കുറച്ചൊരു ചെറുപ്പത്തിലൊക്കെ ഭയങ്കര നമ്മളെ എപ്പോഴും പണിഷ് ചെയ്യണം ചെറിയ കാര്യങ്ങൾക്ക് പോലും. പക്ഷെ അതുകൊണ്ട് യാതൊരു അന്നൊക്കെ ഇച്ചിരി ദേഷ്യം തോന്നുന്നില്ല. ഇന്നിപ്പോൾ ആ കാര്യത്തിൽ അങ്ങനെ വലിയ വേദനയൊന്നുമില്ല. കാരണം അത് ചെയ്താലാണ് നമ്മൾ ആ വേറെ വഴിക്കൊന്നും പോവാതെ ഏത് വഴിക്ക് പോയാലും. ഒരു കുഞ്ഞിനോട് നമ്മൾ ചൂടുള്ള സ്ഥാനത്ത് തൊടലെന്ന് പറഞ്ഞാൽ അത് പോയി തൊട്ടിട്ട് അത് ബേൺ ചെയ്യുമ്പോഴാണ് കൈ പൊള്ളുമ്പോഴാണ് മനസ്സിലാകുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ മമ്മിയുടെ രീതി, പപ്പയുടെ രീതി. പിന്നെ മമ്മി എപ്പോഴും വീട്ടിൽ ബഹളമാണ്. ഇതൊക്കെ തന്നെയാണ്, വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും കുക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് മമ്മിയുടെ. ആർക്ക് ദേഷ്യം കൂടുതൽ? എല്ലാവരും ദേശക്കാർ ഞങ്ങളുടെ ഫാമിലി, എല്ലാവരും അതെ, ആരും മോശമല്ല. ഇപ്പം ഞാനാണെങ്കിലും അതെ, അനിയത്തിയാണെങ്കിലും ചേച്ചിയാണെങ്കിലും അതെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അച്ഛനും ദേഷ്യം എല്ലാവരും ഭയങ്കര രസമാണ്. പുറത്തുള്ള ആൾക്കാർ വേഗം ഇത് എന്നും ഉടക്കാന്ന് പറയും. അപ്പൊ ഞാൻ ഇന്നാരെ ചാക്കട്ട ജഗതി പറയത്തില്ല, ചാക്കട്ട ഇത് പറഞ്ഞ് സംസാരിച്ചിട്ട് പിന്നെ ഉടക്കാവും, അടിച്ച് പിരിച്ച്. പിന്നെ വീട്ടിലല്ലേ ഉള്ളൂ, കുറച്ച് പിറ്റേ സമയം എല്ലാം പറക്കും, പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾ ഓരോരോ കാര്യങ്ങളെ പറയുക. വീട്ടുകാർ സംബന്ധമായ കാര്യങ്ങളും ചർച്ചയിൽ വരുമ്പോഴത്തേക്ക് ഒരാളുടെ അഭിപ്രായം പിടിക്കത്തില്ല, വേറെ അഭിപ്രായം പിടിക്കത്തില്ല. അത് പിന്നെ അതൊക്കെ വരും, സംസാരിക്കും, പിന്നെ അതോടെ കൂടെ തീർന്നു. പിന്നെ അതെല്ലാം മനസ്സ് വെച്ച് കിടക്കുക ഒന്നൊന്നുമില്ല. ആകെ ദേഷ്യമില്ലാത്ത ആളിനെ മാത്രമേ ഉള്ളൂ, പുള്ളി ഇതിന്റെ നടുക്കിൽ ഒരു ദേഷ്യമില്ലാതെ ദേഷ്യപ്പെടത്തില്ല. ഈ ബഹളത്തിന്റെ ഇതിന്റെ ഇടയിൽ ഞാനും കൂടെ വേണം, ഞാനും കൂടെ ദേഷ്യപ്പെട്ടതില്ല. അങ്ങനെ ഈ പറയുന്ന പോലെ അങ്ങനെ വലിയ ബഹളമല്ല പറയണ, ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം അതെല്ലാം ഒരു വീട്ടിലില്ലാത്ത ഏത് വീട്ടിലാ ഇല്ലാത്തുള്ള നമുക്കവിടെ പറയാം. ഞങ്ങളും ഇതേ ഇല്ല, ഞങ്ങൾ ഭയങ്കര വഴക്കേ ഇല്ല, എന്ത് വഴക്കെന്നൊക്കെ വേണം നമുക്ക് ചോദിക്കാം. പക്ഷേ ഇല്ല, ഞങ്ങൾ അങ്ങനെ കുറച്ച് വഴക്കുണ്ടാക്കും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും. അത് അന്നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വന്ന് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ഫ്രണ്ടിൽ ഫാമിലിയുടെ ഫ്രണ്ടിൽ നമുക്ക് പ്രഗ്നൻ്റ് കാര്യമില്ലല്ലോ. ഒരാൾക്ക് ഒരു അഭിപ്രായം ഉണ്ട്, അത് പറയാം, ക്ലാഷ് ആവും, ഓബിയസ്ലി അത് ക്ലാഷ് ആവും. പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് പിന്നെ അതിൻ്റെ എല്ലാ സൈഡും നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കും, അതിലേക്ക് എല്ലാവരും ഫിക്സ് ചെയ്യും, എന്നിട്ട് അങ്ങ് പോകും. അങ്ങനെയാണ് എല്ലാ ഡിസിഷനും എടുക്കുന്നത് വീട്ടിൽ. അപ്പോൾ വളരെ സന്തോഷം കാണാനും എല്ലാവരെയും പരിചയപ്പെടാനും. കുറച്ച് വിശേഷങ്ങളെ പറഞ്ഞുള്ളൂ, വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ, അല്ലേ? അപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, അല്ലേ? കുറേ സിനിമകൾ എല്ലാ അവസാനം വരെയും സിനിമയിൽ നിലനിൽക്കട്ടെ എന്ന് പറയാം. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, 30-40 വർഷമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും, ഇത്രയും വർഷമൊക്കെ ഫീൽഡിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്, ഒരു ഭാഗ്യമാണത്, അല്ലേ? എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാനും ഒക്കെ സിനിമയിൽ വന്നിട്ട് ഏകദേശം 40 വർഷമായി. ഈ 40 വർഷമായിട്ടും ഇങ്ങനെ സിനിമയിൽ നിൽക്കുന്നല്ലോ എന്ന് പറയുന്നത് ഞാൻ പറയും, നമ്മളെ ഒരാളെ കൊണ്ട് ഒരാൾ നമ്മൾ വന്നോ, നമ്മളൊക്കെ കഴിവുണ്ടെന്ന് നമ്മളൊക്കെ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ, നമുക്ക് കഴിവുകളുണ്ടെന്ന് അറിയുന്ന നമുക്ക് തന്നെ ഒരു ഡയറക്ടർമാരില്ലേ, അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡയറക്ടർ പ്രൊഡ്യൂസർ ഒരു മസ്റ്റ് അതിൻ്റെ ഡയറക്ടർ കുറച്ച് പൊന്നമ്മ ആവേശം നന്നായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ നടിയായത്.
പല റോളുകൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് താങ്ക്സ് കൂടുതൽ പറയാം. നമുക്ക് പടങ്ങൾ തന്ന ഡയറക്ടർമാര്, പ്രൊഡ്യൂസർമാര്, അതനുബന്ധിച്ചുള്ള ആൾക്കാർക്ക് ഞാൻ പറയാം. ഫസ്റ്റ് ദൈവത്തിന്, ബാക്കി അവർക്ക് നന്ദി പറയാം. കാരണം എന്നെ ഇന്നിപ്പോൾ ഈ പൊന്നമ്മ ബാബു എന്നറിയണ എൻ്റെ ഒരു സാമർഥ്യമല്ല. എന്നിൽ എന്തെല്ലാം കഴിവുകളുണ്ട്. പൊന്നമ്മക്ക് രാഷ്ട്രീയ റോള് നന്നായിരിക്കുമോ, അല്ലെ കോമഡി നന്നായിരിക്കുമോ, അമ്മ റോള് നന്നായിരിക്കും, അല്ലെങ്കിൽ വില്ലത്തി നന്നായിരിക്കും, ഇതൊക്കെ തീരുമാനിക്കുന്ന അവരാ. അവർ തന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ പൊന്നമ്മമായിട്ട്. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാം. അപ്പൊ ഇനി നാടകം നടത്താൻ ആഗ്രഹമുണ്ട്? നാടകം വേണ്ട, ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, അല്ല അതുകൊണ്ടല്ല. അതെ, നാടകം ഭയങ്കര ഇഷ്ടമാണ്. കാരണം നാടകം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, അങ്ങനെ നമ്മുടെ മരുമോനും അങ്ങനെ ഒരെണ്ണം ആഗ്രഹത്തിൽ ഇരിപ്പുണ്ട്. എനിക്കിങ്ങനെ തോന്നി. മകനിങ്ങനെ അത് പിന്നെ നമുക്ക് പിന്നെ നോക്കാം. ജെയിംസ് ഒരെണ്ണം അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക. അതെപ്പോൾ വേണം, എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ഇല്ല, നല്ല മോളുണ്ടാവും ആ ഫിലിമില്? അതിലുണ്ടാവില്ല. അതിലെന്തായാലും വഴക്കിടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാവുമായിരിക്കും. മമ്മ ഉണ്ടായോ? ഭാര്യ ഉണ്ടാവും? ഉണ്ടാകണമെങ്കിൽ രണ്ടുപേരും ഉണ്ടാവും, ഇല്ലെങ്കിൽ രണ്ടുപേരും ഉണ്ടാവില്ല. രണ്ടുപേരും ഉണ്ടാവും, ഇല്ലെങ്കിൽ രണ്ടുപേരും ഉണ്ടാവില്ല. ഒരാൾക്ക് കൊടുക്കാം. കാരണം എന്താണ് ചെയ്യാൻ തയ്യാറല്ല. മോൾക്ക് പോട്ടെ, മോൾക്കൊരു പ്രധാനപ്പെട്ട റോള് തന്നെ നമ്മുടെ പടത്തിൽ എന്തായാലും ചെറിയ റോൾ കൊടുക്കുന്നത് ശരിയല്ല. പക്ഷെ ഭാര്യയ്ക്ക് കൊടുക്കാം. രണ്ടുപേരും തഴയണ്ട, രണ്ടുപേരും ഒരുപോലെ തഴയണ്ട. വേണ്ട വേണ്ട, ഒരാൾ. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അങ്ങനെ കൊടുത്താൽ നല്ലൊരു ഈ പൊന്നമ്മയ്ക്ക് പൂർണ്ണമായ ഒരു ക്യാരക്ടർ വരാവുന്ന രീതിയിലൊരു വേഷം കൊടുക്കുകയുള്ളൂ. അത് മനസ്സിലുണ്ട്. കാരണം പൊന്നമ്മ ചെയ്തിട്ട് തൃപ്തിയാകുന്നില്ല എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ പൊന്നമ്മയുടെ കഴിവ് പുറത്തേക്ക് നാടകത്തിൽ എടുത്തിട്ടുള്ള കഴിവുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഈ പറഞ്ഞ ക്യാരക്ടർ കിട്ടിയിട്ടില്ല. എല്ലാ പൂർണ്ണമായിട്ടുള്ള അഭിനയത്തിന്റെ ആരെങ്കിലും ഒരാളത് പ്രൂവ് ചെയ്യണം അല്ലേ, ഇത് ചെയ്യാൻ പറ്റും. ഇതുവരെ കണ്ട ഒരു പൊന്നമ്മ അല്ല, വേറൊരു നടി ഉള്ളിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെ ഒരു ധൈര്യം ആരെങ്കിലും കാണിക്കണം, ആരെങ്കിലും എടുക്കണം. പൊന്നമ്മയ്ക്ക് അതിനുള്ള അവരുദ്ദേശിക്കുന്നതിന്റെ 9 ഇരട്ടി പൊന്നമ്മ ചെയ്തു കൊടുക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഒരു പൂർണ്ണമായ ഒരു ക്യാരക്ടർ എഴുതി വെച്ച് കഴിഞ്ഞാൽ. കാരണം പൊന്നമ്മ 17 വയസ്സിന് മുമ്പ് എനിക്കറിയാവുന്ന പൊന്നമ്മ നാടകത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും എൻ്റെ ഇരട്ടി ഇങ്ങോട്ട് തരുന്ന ആളാണ്. അപ്പം നമുക്കറിയാം. അപ്പം അതിനകത്ത് കഴിവുണ്ട്. പക്ഷെ അങ്ങനെ അവസരം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ആരോടും പരാതിയും വരുമ്പോൾ അങ്ങനെ വിശ്വാസമുള്ളതുകൊണ്ടാണ് ആ പ്രേമരംഗങ്ങളൊക്കെ കട്ട് ചെയ്തത്. അതിപ്പോഴും കട്ട് ചെയ്യും. അത്യാവശ്യം